ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗപ്പി മത്സ്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഫുഡ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സാധാരണ ഈ ഒരു ഹോബിയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും വാങ്ങി വളർത്തിയിട്ടുള്ള മീനായിരിക്കും ഗപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്തൊക്കെ കഴിക്കും എന്നുള്ളത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എങ്കിലും ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് ഏതൊക്കെയാണ് നമുക്കറിയാവുന്നത്, അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് പറയുന്നത് ഒന്നുകിൽ പെല്ലറ്റ് അല്ലെങ്കിൽ ഫ്ലേക്കുകളാണ്. കാരണം പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടാണ് ഈ പെല്ലറ്റ് ഫുഡ് അല്ലെങ്കിൽ ഫ്ലേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു മീനിന് വേണ്ട കുറേ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഗപ്പി ചെറുതായതുകൊണ്ട് മൈക്രോ പെല്ലറ്റ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഫ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് പോലെ ഇരിക്കുന്ന പീസുകളാണ്. അത് വെള്ളത്തിൽ നനയുമ്പോൾ തന്നെ വളരെ സോഫ്റ്റായി ഇവർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഈ പറഞ്ഞതെല്ലാം റെഡിമെയ്ഡ് ഫുഡുകളാണ്. നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് ചെന്ന് അത് റെഡിമെയ്ഡായിട്ട് പാക്കറ്റിലോ അല്ലെങ്കിൽ ബോക്സുകളിലേക്ക് ആയിട്ട് വാങ്ങുന്ന ടൈപ്പ് ഫുഡുകളാണ്. നമ്മൾ ഈ പറയുന്ന ഫുഡുകളെല്ലാം അഡൾട്ട് ഗപ്പികളെ ഫോക്കസ് ചെയ്താണ് പറയുന്നത്. എന്നാൽ ഇതിലെ പല ഫുഡുകളും നമ്മളിനി പറയാൻ പോകുന്നതെല്ലാം ചെറിയ, അതായത് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്കും സൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫുഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ഇവർക്ക് ഫീഡ് ചെയ്യുന്ന ഫുഡുകളാണ്. നോൺ വെജ് ഫുഡുകളാണ്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് മൊയ്നയാണ്. മൊയ്ന എന്ന് പറയുന്നത് വളരെ ചെറിയ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇത് വളരെ ചെറിയ സൈസിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇത് പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അത് കൾച്ചർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അത് മീനുകൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും അഡൾട്ട് ഗപ്പികൾക്കും ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന ലൈവ് ഫുഡ് ആർട്ടീമിയാണ്. ഈ ആർട്ടീമിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേബി സൈസിൽ വരുന്ന ബ്രൈൻ ഷ്രിമ്പുകളാണ്. അതായത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ചെറിയ ചെമ്മീൻ കുഞ്ഞുങ്ങളാണ്. അത് ലൈവ് ആർട്ടീമിയ ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് മുട്ടകളായിരിക്കും. അത് നമ്മൾ സോൾട്ട് സൊല്യൂഷനിൽ ആഡ് ചെയ്ത് എയറേഷൻ കൊടുത്ത് അത് ഹാച്ച് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറങ്ങിയതിന് ശേഷം ആ കുഞ്ഞുങ്ങളെയാണ് ഫീഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഫ്രോസൺ ആർട്ടീമിയ ആയിട്ട് വരുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഫ്രീസ് ചെയ്ത് വരുന്നത്. അത് നമ്മൾ ഹാച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഡീഫ്രീസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ റെഡി ടു യൂസ് ആയി വരുന്ന ആർട്ടീമിയാണ് ഫ്രോസൺ ആർട്ടീമിയ. ആർട്ടീമിയ പോലെ മീനുകൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഫുഡാണ് ഡാഫ്നിയ എന്ന് പറയുന്നത്. ഇതും ഈ ഷ്രിമ്പ് പോലെ തന്നെ, പക്ഷേ അത് ഷ്രിമ്പല്ല, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ക്രസ്റ്റേഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ അത് ഷ്രിമ്പല്ല, വേറൊരു ജീവിയാണ്. നമ്മളീ പറഞ്ഞ മൊയ്ന, ഡാഫ്നിയ, അതുപോലെ തന്നെ ആർട്ടീമിയ, ഇതെല്ലാം ഹൈ പ്രോട്ടീൻ ഫുഡുകളാണ്. ഇത് അഡൾട്ട് ഗപ്പികൾക്കും ചെറിയ ഗപ്പികൾക്കൊക്കെ ഫീഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം ഫുഡുകളാണ് ഫാമുകളിലൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ ഫാസ്റ്റ് ഗ്രോത്തിനായിട്ട് അവർക്ക് ഫീഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ലൈഫ് ഫുഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് നമ്മുടെ മോസ്കിറ്റോ ലാർവയാണ്. അതായത് നമ്മുടെ നാട്ടിൽ കൂത്താടി എന്നൊക്കെ പറയുന്ന സംഭവം. അതും ഇതുപോലെ തന്നെ ഫുഡിനായിട്ട് കൾച്ചർ ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് ലൈവായിട്ട് തന്നെ ഗപ്പികൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് വേംസ് ആണ്. ഇത്തരത്തിലുള്ള വേംസ് കൂടുതലും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് കുറച്ച് വലിയ സൈസിലുള്ള ഗപ്പികൾക്കാണ്, അല്ലെങ്കിൽ അഡൾട്ട് ഗപ്പികൾക്കാണ്. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഗപ്പികൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ബ്ലഡ് വേംസ് ആണ്. ഗപ്പികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ കാരണം ഗപ്പികൾ ചെറുതായതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പാകത്തിനുള്ള വേംസേ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ചെറിയ വേംസ് ആയിട്ടുള്ള ഈ ഒരു ബ്ലഡ് വേംസ് ആണ്. ബ്ലഡ് വേംസ് നമുക്ക് സ്വന്തമായിട്ട് കൾച്ചർ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് ലൈവായിട്ട് ഫീഡ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത് ഫ്രോസൺ ആയിട്ട് മാർക്കറ്റുകളിൽ ഇറങ്ങുന്നുണ്ട്. പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഈ ബ്ലഡ് വേംസ് എന്ന് പറയുന്നത് നമ്മുടെ മോസ്കിറ്റോ ലാർവേ പോലെ തന്നെ വേറൊരു തരത്തിലുള്ള ഒരു ഫ്ലൈ അല്ലെങ്കിൽ ഒരു പ്രാണിയുടെ ഒരു ലാർവേ തന്നെയാണ്, വെള്ളത്തിലുണ്ടാകുന്നതാണ്. ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടയുടെ മഞ്ഞയാണ്. ബോയിൽ ചെയ്ത മുട്ടയുടെ മഞ്ഞ ഇവർക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഫീഡ് ചെയ്യാനായിട്ട്. കാരണം ഇത് വല്ലാതെ ഓവറായിട്ടൊക്കെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ മോശമാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഫുഡിന് മാത്രമല്ല, എല്ലാ ഫുഡും നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും കൂടിയും കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യരുത്. അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഫീഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് വെജിറ്റേറിയൻ ഫുഡുകളാണ്. ഈ ഗപ്പികൾ നല്ല രീതിയിൽ ആൽഗെ കഴിക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ആൽഗെ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവമാണ് സ്പിരുലിന എന്ന് പറയുന്നത്. ഇത് ടാബ്ലറ്റ് ആയിട്ടും ഫ്ലേക്സ് ആയിട്ടും വേഫേഴ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇത് റെഡിമെയ്ഡ് ഫുഡാണ്. ഇത് പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇത് വാങ്ങി കൊടുക്കാം. പിന്നെ ഈ സ്പിനാച്ച് എന്ന് പറയുന്ന സംഭവം, അത് ചീരയല്ല, അത് പാലക്ക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അത് ചെറിയ രീതിയിൽ നമ്മൾ തിളപ്പിച്ച് സോഫ്റ്റ് ആക്കിയിട്ട്, അതായത് ബ്ലാൻഡ് ചെയ്യാന്നാണ് പറയുക. അത് ചെറിയ രീതിയിൽ തിളപ്പിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് ഫീഡ് ചെയ്യാം. ഫീഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ലെറ്റ്യൂസ് ലീവ്സ്. അതുപോലെ തന്നെ കുക്കുംബർ, സുക്കിനി, ഇത്തരം സാധനങ്ങളൊക്കെ ഫീഡ് ചെയ്യാം. അത് ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഫുഡുകൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് വെള്ളത്തിൽ ഇതിൻ്റെ വേസ്റ്റ് ഡിസോൾവ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഫീഡ് ചെയ്യുക. എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ബാക്കി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്ത് മാറ്റുക ടാങ്കിൽ നിന്ന്. ഇനി ഏറ്റവും അവസാനമായിട്ട് വരുന്നത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഫുഡുകളാണ്. അതായത് ഹോം മെയ്ഡ് ഫുഡുകൾ. ഫിഷ് ഫുഡ് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നതിനെക്കുറിച്ച് കുറേ വീഡിയോസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. പലതരത്തിലുള്ള ധാന്യങ്ങൾ, ഫിഷ് ഓയിൽ, അതുപോലെ തന്നെ ചെമ്മീൻ പൊടി, മുട്ട, പലതരത്തിലുള്ള ഇലകൾ, അത് ഉണങ്ങിയതും പച്ചയായിട്ടുള്ളതെല്ലാം മിക്സ് ചെയ്ത് പേസ്റ്റ് രീതിയിലാക്കിയിട്ട് വെറ്റായിട്ട് തന്നെ ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഡ്രൈ ചെയ്ത്
അത് പെല്ലറ്റ് ഫോമിലാക്കിയിട്ട് ഫീഡ് ചെയ്യുന്ന മെത്തേഡും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഇതുവരെ ഫിഷ് ഫുഡ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കറിയാവുന്ന ഗപ്പികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡുകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.